ഞാൻ കണ്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാന്യമായ ഇൻ്റർവ്യൂവിലൊന്നാണ് UPSC ഇൻ്റർവ്യൂ. എവറസ്റ്റിന് എത്ര പൊക്കമുണ്ട്, ഈഫൽ ടവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അല്ല ഇവിടെ ചോദിക്കുന്നത്. അല്ല, വളരെ മാന്യമായ രീതിയിലാണ്. പക്ഷേ നമ്മുടെ മനസ്സിനെ ഒന്ന് ഇളക്കുന്ന രീതിയിൽ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ജയിലിൽ കിടക്കുന്ന ഒരാൾ 13 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അത് അന്നത്തെ ഒരു പത്രവാർത്തയാണ്, അന്നത്തെ ദിവസത്തിലെ പത്രവാർത്തയാണ്. ഞാൻ ചെന്ന ദിവസം മുംബൈ സ്ഫോടന കേസിൽ പ്രതിയായ ഒരാളെ തൂക്കിക്കൊന്നു. എന്നോട് ആദ്യം ചോദിച്ചു ഇന്നത്തെ പത്രം വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വായിച്ചു. അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഒരാളെ തൂക്കിക്കൊന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ആദ്യമായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അയാളുടെ ഡീറ്റെയിൽസ് അങ്ങനെയാണ് ചോദിക്കാറ്. അപ്പോൾ അവർ പറഞ്ഞത് 13 വർഷത്തിന് ശേഷമാണ് ഇയാളെ തൂക്കിക്കൊന്നത്. അപ്പോൾ 12 വർഷമാണ് സാധാരണഗതിയിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞ് കോടതി ശിക്ഷിക്കാറുള്ളത്. അപ്പോൾ ഈ ജീവപര്യന്തം ശിക്ഷ കിട്ടിയ ഒരാളെ പിന്നെ തൂക്കിക്കൊല്ലുന്നത് ശരിയാണ്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? അപ്പോൾ ഇത് വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. അവർ തന്നെ പറയുകയാണ്, സാധാരണഗതി ജീവപര്യന്തം 12 കൊല്ലമാണല്ലോ കഴിഞ്ഞ് ഒരാളെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ 13ാമത്തെ കൊല്ലം തൂക്കിക്കൊന്നു. അപ്പോൾ ഇയാൾക്ക് 2 ശിക്ഷ കിട്ടിയില്ലേ? അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? പറഞ്ഞ ആൻസർ അതിൻ്റെ അകത്ത് യെസ്സും നോയും ആൻസർ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ്. ആക്ച്വലി നമ്മളിത് ആരോട് ചോദിച്ചാലും നമ്മൾ മനസ്സ് പെട്ടെന്ന് ചോദിക്കും, ഓ ശരിയാണല്ലോ, ഇതിനൊരു ലോജിക് ഉണ്ടല്ലോ. പക്ഷെ അതിനകത്ത് അവരതല്ല ഉദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രൊവിഷനുണ്ട്, ഡബിൾ ജിയോപാഡി. ഉദാഹരണത്തിന് ഞാൻ സുജിത്തിനെ ഒന്ന് പിച്ചി, സുജിത്ത് പോയിട്ട് ഒരാളുടെ അടുക്ക് പരാതി പറഞ്ഞു, അച്ഛൻ്റെ അടുക്ക് പോയി പരാതി പറഞ്ഞു. അപ്പം അച്ഛൻ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. വീണ്ടും സുജിത്ത് അമ്മയുടെ അടുക്ക് പോയിട്ട് പറയുകയാണ്, അമ്മ ലിബിൻ എന്നെ പിച്ചി എന്ന് പറഞ്ഞാൽ അമ്മ വീണ്ടും വഴക്ക് പറയുന്നത് ശരിയല്ല. കാരണം ഒരു തവണ ചെയ്ത തെറ്റിന് ഒരു ശിക്ഷ, ഒരു തവണ ചെയ്ത തെറ്റിന് 2 തവണ ശിക്ഷ പാടില്ല. അപ്പോൾ ഇവിടെ ഇയാളെ 12 കൊല്ലം ജയിലിലിട്ടു, ജീവപര്യന്തം നടത്തി, അതിനുശേഷം ഇയാളെ തൂക്കിക്കൊന്നു. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനുണ്ട്, ഡബിൾ ജിയോപാഡി എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. അപ്പോൾ അതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ പോർഷൻ വെച്ചിട്ടാണോ ഈ കേസിനെ അനലൈസ് ചെയ്തത് എന്ന് അവർക്കറിയണം. ഇനി 2, തൂക്കിക്കൊന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇയാൾ മുംബൈ സ്ഫോടന കേസിലെ പ്രതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഫോടന കേസുകൾ, ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റെയറസ്റ്റ് ഓഫ് ദ റെയർ ഒക്കേഷൻ. അപ്പോൾ ഈ 2 പ്രൊവിഷനും മനസ്സിലാക്കിയിട്ടാണോ ഈ കുട്ടി പത്രം വായിച്ചത്? ഒരു സാധാരണ ആൾ പത്രം വായിക്കുന്ന പോലെ ആവരുത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ. എനിക്ക് നല്ല മാർക്കും കിട്ടി. നാഷണൽ ലെവലിൽ ഇൻ്റർവ്യൂവിന് 2ാം സ്ഥാനം.